നമസ്കാരം. ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11, 2025 വ്യാഴം. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും ഒരേപോലെ കാത്തിരുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനവും അടുത്ത വർഷത്തേക്കായിട്ടുള്ള സെൻട്രൽ ബാങ്കിന്റെ നിലപാടൊക്കെ ഇന്നലെ യുഎസിൽ നിന്നും വരികയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. തുടർച്ചയായി ഇന്നലെ മൂന്നാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇന്നലെയും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും 1651.06 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 3752.31 കോടി രൂപയുടെ ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 25,700 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുള്ളൂ. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റി 25,700 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 25,500 എന്ന ലെവൽ സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ ആയതുകൊണ്ട് തന്നെ ഈ ലെവൽ ഇന്ന് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്നലെ യുഎസിൽ നിന്നും ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനത്തിൽ പണപ്പെരുപ്പവും സമ്മിശ്ര സാമ്പത്തിക ഡാറ്റയും കുറയുന്നതിനിടെ യുഎസിലെ ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്നും 25 ബേസിസ് പോയിന്റ് കട്ട് നടപ്പിലാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. തൽഫലമായി ഈ വർഷം മാത്രം ഇത് മൂന്നാം തവണയാണ് ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്നും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കുകയും ഉണ്ടായത്. സർക്കാർ അടച്ചുപൂട്ടലിനെ തുടർന്ന് പുതിയ സാമ്പത്തിക ഡാറ്റയുടെ ദീർഘകാല അഭാവവും അടുത്ത വർഷം ഫെഡറൽ റിസർവിനെ ആര് നയിക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള അനിശ്ചിതത്വം എന്നിവ നയരൂപീകരണത്തിന് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഫെഡ് ചെയർമാനായ ജെറോം പവലിന്റെ ഭാഗത്തു നിന്നും അടുത്ത വർഷത്തേക്കായിട്ടുള്ള യുഎസ് സെൻട്രൽ ബാങ്കിന്റെ പലിശ നിരക്ക് നയം സമ്പദ് വ്യവസ്ഥ എങ്ങനെ വികസിക്കുമെന്ന് കാത്തിരിക്കുവാനും നിരീക്ഷിക്കുവാനും അതനുസരിച്ച് പ്രതികരിക്കുന്നതാകും നല്ലതെന്നുമുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയുണ്ടായത്. ഇതിനെ തുടർന്ന് വരാനിരിക്കുന്ന FOMC മീറ്റിംഗിൽ നിരക്ക് കുറയ്ക്കൽ താൽക്കാലികമായി നിർത്തുന്നതിന്റെ സൂചനയായിട്ട് ഇത് കണക്കാക്കപ്പെടാമെന്നുള്ള നിഗമനത്തിലേക്കാണ് അനലിസ്റ്റുകളും എത്തിച്ചേരുകയുണ്ടായത്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ICICI ബാങ്ക് ADRന് നേരിയ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നു. ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി വിപ്രോ ADRന് 1%, ഇൻഫോസിസ് ADRന് 2%-അടുത്തും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 7 മണിയോടുകൂടി യുഎസിൽ നിന്നും ഒക്ടോബർ മാസത്തെയും നവംബർ മാസത്തെയും PPI ഡാറ്റകളുടെ റിലീസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ യുഎസ് മാർക്കറ്റിൽ S&P 500-ന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ നാസ്ഡാക്കിന് 0.5% നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനായി. ഡോ ജോൺസ് ഫ്യൂച്ചറും നേട്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നതിന് മുന്നോടിയായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച യൂറോപ്യൻ മാർക്കറ്റ്സിൽ ഇന്നലെ UK മാർക്കറ്റിന് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഫ്രാൻസ് മാർക്കറ്റിന് 0.5% നഷ്ടത്തോടുകൂടിയും ജർമ്മൻ മാർക്കറ്റിന് നേരിയ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഇന്ന് വെളുപ്പിനെ 2:45 വ്യാപാരം അവസാനിപ്പിച്ച ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് വ്യാപാരം ആരംഭിച്ചിട്ടുള്ള ജപ്പാൻ മാർക്കറ്റ് 0.5% നഷ്ടത്തോടുകൂടിയും കൊറിയൻ മാർക്കറ്റ് 0.25% നേട്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും ഗോൾഡിന്റെയൊക്കെ വിലയിൽ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ $62.48 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $58.84 പെർ ബാരൽ എന്ന നിലയിലുമായിട്ട് തുടരുന്നു. അതേസമയം ഗോൾഡിന്റെ വിലയിലും വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് $4,241.52 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. ഇന്നലത്തെ ഇടിവോടുകൂടി നിഫ്റ്റിയുടെ PCR അൾട്രാ ബെയറിഷ് ആയി 0.55 എന്ന നിലയിലും മാക്സ് പൈൻ 25,850 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. വീക്ക്നെസ്സിനെയും ഹയർ ലെവൽസിലുള്ള സെല്ലിങ്ങിനെയും സൂചിപ്പിച്ചുകൊണ്ട്
അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നിന്നും ദൃശ്യമാകുന്നത്. ഇന്നലെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ മാറ്റി നിർത്തിയാൽ മിഡ് ടൈം ഉൾപ്പെടെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. തുടർച്ചയായി ഇന്നലെ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജായ 25,700 എന്ന ലെവൽ ഡിഫെൻഡ് ചെയ്യുവാനുമായി. എങ്കിലും RSI വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 44.50 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുക. 25,500 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.81 എന്ന നിലയിലും മാക്സ് പെയിൻ 59,400 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ഇന്നലത്തെ ഫോളോയോടുകൂടി ബാങ്ക് നിഫ്റ്റിക്ക് നവംബർ 25 ശേഷം 59,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. മാത്രമല്ല ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജായ 10-20 ഡേ EMകളുടെ താഴെയായിട്ടും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും മിഡ് ഡേയും ഉൾപ്പെടെ ബാക്കി എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെയും മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിച്ച് നിലകൊള്ളുവാനുമായി RSIയും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 52.2 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. തൽഫലമായി ബെയറിഷ് ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 60,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 59,500 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം 57,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ സ്റ്റീൽ നീലച്ചിൽ ഇസ്പത്ത് നിഗത്തിലെ 4.8 മെട്രിക് ടൺ വാർഷിക ശേഷി വികസനത്തിന് ബോർഡ് അംഗീകാരം നൽകി. കൂടാതെ ത്രിവേണി പെല്ലറ്റിലെ 50.01% വരുന്ന ഓഹരികൾ 636 കോടി രൂപയ്ക്ക് ഏറ്റെടുക്കുന്നതിനും ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ലോയിഡ്സ് മെറ്റൽ ആൻഡ് എനർജി നെക്സസ് ഹോൾഡ്കോ ഫ്രീസോൺ കമ്പനിയുടെ 50% വരുന്ന ഓഹരികൾ $55 മില്യൺ ഏറ്റെടുക്കുന്നതിനുള്ള കരാറിൽ ഏർപ്പെടുന്നതിന് ബോർഡ് അംഗീകാരം നൽകി. പുറവൻകര ടേൺകി സിവിൽ നിർമ്മാണത്തിനായി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ സ്റ്റാർവർത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷന് 509.52 കോടി രൂപയുടെ ഓർഡർ ലഭിക്കുകയുണ്ടായി. LIC 2021-22 മുതൽ 2023-2024 വരെയുള്ള സാമ്പത്തിക വർഷത്തേക്ക് ലിശ്യയും പിഴയും ഉൾപ്പെടെ 2,370.34 കോടി രൂപയുടെ GST അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് മുംബൈയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് സ്റ്റേറ്റ് ടാക്സിൽ നിന്ന് നോട്ടീസ് ലഭിക്കുകയുണ്ടായി. പ്രസ്റ്റേജ് എസ്റ്റേറ്റ്സ് പ്രൊജക്ട്സ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ പ്രസ്റ്റേജ് ഫാൽക്കൺ റിയാലിറ്റിയും പ്രസ്റ്റേജ് പ്രൊജക്ട്സും 938.75 കോടി രൂപയ്ക്ക് ഭാരത് നഗർ ബിൽഡ്കോൺ LLPയിൽ പങ്കാളിത്ത ഓഹരി ഏറ്റെടുക്കുകയുണ്ടായി. DCM ശ്രീരാം കമ്പനി ബെയർകോർപ്പ് സയൻസുമായി ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. KEI ഇൻഡസ്ട്രീസ് അഹമ്മദാബാദിലെ ഗ്രീൻഫീൽഡ് യൂണിറ്റിൽ LTHD കേബിളുകൾക്കായി വാണിജ്യ ഉൽപാദനത്തിന്റെ ആദ്യഘട്ടം ആരംഭിച്ചു. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.